നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 723rd day. Today, Pradhama Skanda 7th chapter 3rd sloka. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 723 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം തത്സത്. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസീനോപ ഉപസ്പൃശ്യ പ്രണിദദ്ധോ മനഃസ്വയം. ഓം തത്സത്. ആസീനോപ ഉപസ്പൃശ്യ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസീനോപ ഉപസ്പൃശ്യ പ്രണിദദ്ധോ മനഃസ്വയം. ഓം തത്സത്. തസ്മിൻ പദം പിരിക്കേണ്ടത് തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസീന ഉപ ഓം ശ്രീകൃഷ്ണായ നമഃ. ആസീന തസ്മിൻ സ്വ ആശ്രമേ അങ്ങനെയാണ്. തസ്മിൻ സ്വ ആശ്രമേ. തസ്മിൻ എന്ന് പറഞ്ഞാൽ സ്വേ ആശ്രമേ, തൻ്റെ ആശ്രമം. തസ്മിൻ സ്വേ ആശ്രമേ ഇങ്ങനെയാണ് അവിടെ പദം പിരിക്കേണ്ടത്. വ്യാസോ ബദരീഷണ്ഡമണ്ഡിത ആസീന ഉപസ്പൃശ്യ ആസീന ഉപസ്പൃശ്യ പ്രണിദദ്യോ മന സ്വയം. അതായത് ബദരീഷണ്ഡമണ്ഡിത എന്ന് പറഞ്ഞാൽ ബദരി മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ബദരി മരങ്ങൾ നിറഞ്ഞ തസ്മിൻ സ്വേ ആശ്രമേ. തസ്മിൻ എന്ന് പറഞ്ഞാൽ സ്വേ ആശ്രമേ, തൻ്റെ ആശ്രമത്തിൽ ആസീന ഇരിക്കുന്ന വ്യാസർ ഉപസ്പൃശ്യ ജലത്തെ ഉപസ്പർശിച്ച് ജലത്തിൽ ഉപസ്പർശനം ചെയ്തിട്ട് സ്വയം തന്നെത്താനെ മനസ്സിനെ പ്രണിദദ്ധോ എന്ന് പറഞ്ഞാൽ പ്രണിധാനം ചെയ്തു, മനസ്സിനെ ധ്യാനിക്കാനായിട്ട് ഉറപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ബദരി യലന്തമരത്തെയാണ് ബദരിമരം എന്ന് പറയുന്നത്. ആ മരങ്ങൾ നിറഞ്ഞിരിക്കുന്നതിലാണ് ബദരികാശ്രമം എന്ന് പറയുന്നത്. ബദരി മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന അധിക ഭംഗിയോടുകൂടിയ തൻ്റെ സ്വന്തം ആശ്രമത്തിൽ ഇരുന്ന് ശരീരശുദ്ധി ജലത്തെ ഉപസ്പർശിച്ച് ഉപസ്പൃശ്യ എന്ന് പറഞ്ഞാൽ ശരീരശുദ്ധി, ജലത്തെ ഉപസ്പർശിച്ചിട്ട് എന്ന് പറയുന്നത് ശരീരശുദ്ധി വരുത്തി, ജലത്താൽ ശരീരശുദ്ധി വരുത്തി മനസ്സിനെ അടക്കി ആ വ്യാസഭഗവാൻ ധ്യാനത്തിലിരുന്നു എന്നാണ് പറയുന്നത്. സമാധീനാനുസ്മര തദ്വിചേഷ്ടിതം. സമാധി കൊണ്ട് ഭഗവാന്റെ പ്രവൃത്തികൾ ഓർത്തറിയുക എന്ന് നാരദർ പറഞ്ഞ വിധം, നാരദർ നൽകിയ ഉപദേശപ്രകാരം ഭഗവാനെ പറ്റി മാത്രമായിട്ട് ഒരു ഗ്രന്ഥം എഴുതുവാൻ ആരംഭിക്കാൻ പോവുകയാണ് ശ്രീ വ്യാസമഹർഷി. അതിനായിക്കൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ ശരീരശുദ്ധിയൊക്കെ വരുത്തി തൻ്റെ ആശ്രമത്തിൽ ആ ഭഗവാനെ തന്നെ ധ്യാനിച്ചിരുന്നു. ഭഗവാനെ മനസ്സ് ചലിപ്പിക്കാതെ ഭഗവാനെ തന്നെ സ്മരിച്ചിരുന്നാൽ
ഭഗവാൻ എന്താണ് ചെയ്യേണ്ടത്, എപ്രകാരമാണ് ആ ഭഗവാനെ പറ്റി താൻ എഴുതേണ്ടത് എന്ന് തോന്നിപ്പിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി സമാധി നാനനുസ്മര തദ്വിചേഷ്ടിതം, ആ ഭഗവാന്റെ ചേഷ്ടകൾ അറിയുവാനായിട്ട് ഭഗവാനെ തന്നെ സമാധിയിലിരുന്നു കൊണ്ട് ഓർത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസീനോപ ഉപസ്പൃശ്യ പ്രണിദദ്ധോ മനസ്വയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.